കൊട്ടാരക്കരയുടെ സംഘാടകൻ, കൊട്ടാരക്കരയുടെ MLA, നവകേരള സദസ് ഇവിടെ. അപ്പോൾ എങ്ങനെയുണ്ട് മിനിസ്റ്റർ, കൊട്ടാരക്കരയിലേക്ക് ഈ യാത്ര എത്തി നിൽക്കുമ്പോൾ ഈ യാത്രയിലൂടെ നിങ്ങൾ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പൊതു അന്തരീക്ഷത്തിലേക്ക് വന്നു. അതിന് ഗവർണർ തന്നെ ഒരു കാരണക്കാരനായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ചാൻസലർ തന്നെ കാരണക്കാരനായി നിൽക്കുകയാണ്. SFI മുൻ അഖിലേന്ത്യാ നേതാവ് കൂടിയായിരുന്നു എന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ധനകാര്യമന്ത്രിയിലേക്ക്. കേരളത്തിൽ ഈ നവകേരള നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഉന്നയിച്ച പ്രശ്നങ്ങൾ കേരളീയ സമൂഹം ആകെ ഏറ്റെടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല ഭാവിയിലേക്ക് പോകാൻ നടത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. അതിന് ഉണ്ടാകുന്ന തടസ്സങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വളരെ നിഷേധാത്മകമായ സമീപനങ്ങൾ, കേരളത്തിന് കിട്ടേണ്ട അർഹമായ നികുതി വിഹിതം ഉൾപ്പെടെ തരാത്ത കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിലെ കുട്ടികൾ പോലും ചർച്ചയിൽ പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഗവൺമെൻറ്റിനകത്ത് കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയും പ്രശ്നമല്ല. ശരത്തുൾപ്പെടെയുള്ള ഇതിനകത്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾക്കെല്ലാം ഉൾപ്പെടെയുള്ള നാട്ടിലുള്ള മുഴുവൻ ആൾക്ക് കിട്ടേണ്ട പണം ഈ സംസ്ഥാനത്തിന് കിട്ടുന്നില്ല എന്നാണ് അർത്ഥം. അത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനൊപ്പം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ മുമ്പുള്ളതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ ഏകാധിപത്യപരമായ, അല്ലെങ്കിൽ എല്ലാ കാര്യവും വല്ലാതെ കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് വരുന്നു എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് വളരെ വലിയ ഒരു അനുഭവമാണ്. ഈ ചർച്ചകൾ വന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ രംഗത്തെയും ഭരണപരമായ രംഗത്തെ കാര്യം. എന്നാൽ കേരളത്തിന് വലിയ മാറ്റം ഉണ്ടാകണം. അടുത്ത തലമുറ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. എല്ലാ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, വ്യവസായത്തിൻ്റെ മേഖലയിൽ, കൃഷിയുടെ മേഖലയിൽ എല്ലാമുള്ള കാഴ്ചപ്പാടുകൾ കൃത്യമായി പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് നന്നായി നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു ചർച്ചയും പുരോഗതി ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്നതിനെ കുറിച്ച് കൂടി ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നമുക്ക് വേഗത്തിൽ. കാലിക്കറ്റ് സർവകലാശാലയിലെ ഇന്നലത്തെ ഒക്കെ സംഭവങ്ങൾ ഒരിക്കലും എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ വളരെ ഉത്തരവാദിത്തമുള്ള ഗവർണർ പെരുമാറാതിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാൾ ഇങ്ങനെ മോശമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനകത്ത് അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളും ഗവർണർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാധാരണ ഒരാളും ഇങ്ങനെ പറയാറില്ലായിരുന്നു നേരത്തെ. ഇപ്പോൾ അദ്ദേഹം തന്നെ വണ്ടി നിറങ്ങിയിട്ട് പബ്ലിക്കായിട്ട് മുഖ്യമന്ത്രി അയച്ച ക്രിമിനലുകളാണെന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഏത് ലെവലിലാണ്. അപ്പോൾ അദ്ദേഹം ഗവൺമെൻറ് കാര്യത്തിൽ മാത്രമല്ല, നാട്ടിലെ ജനങ്ങൾ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ കണ്ടുവരുന്നൊരു രീതിയുണ്ട്, ഈ പെരുമാറ്റത്തിൻ്റെ രീതികൾ. ആ പെരുമാറ്റം ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട, അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്കുള്ള എന്തൊക്കെ നെഗറ്റീവായിട്ട് സമൂഹത്തിൽ പെരുമാറാവും ആ തരത്തിൽ അദ്ദേഹം പെരുമാറുകയാണ്.